حمدا كثيرا طيبا مباركا فيه الذي ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഖുതുബയുടെ വിഷയം അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവവും മനുഷ്യ മനസ്സിന് സമാധാനവും നൽകുന്ന ഒന്ന് തന്നെയാണ് എന്നതാണ്. അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചം അത്ഭുതകരമാണ്. വിശുദ്ധ ഖുർആനിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുവാനും അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രപഞ്ചം വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ലെന്നും മറിച്ച് അള്ളാഹുവിൻ്റെ കൃത്യമായ ക്രമമനുസരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ വ്യവസ്ഥകളും മുന്നോട്ടു പോകുന്നു എന്ന് ഖുർആൻ സൂറത്ത് യാസീനിലടക്കം പല സ്ഥലത്തും വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയും ആ സൃഷ്ടാവായ റബ്ബിൻ്റെ നിയമത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നില്ല. ഒരു ഗ്രഹവും അതിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കുന്നില്ല. സൂര്യൻ കൃത്യമായി ഉദിക്കുകയും അത് അസ്തമിക്കുകയും അതേപോലെ തന്നെ ചന്ദ്രൻ അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട്. സമുദ്രങ്ങൾ ചലിക്കുകയും പർവ്വതങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയമാണ്, മഹത്വത്തിന് വിധേയമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുസബ്ബിഹു ലഹു അസ്സമാവാതു അസ്സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന. 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. അഥവാ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടി ജീവജാലങ്ങളും അള്ളാഹുവിന് തസ്ബീഹ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യാത്ത ഒരൊറ്റ വസ്തു പോലും ഈ പ്രപഞ്ചത്തിലില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ തസ്ബീഹ് എങ്ങനെയാണെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടി ജീവജാലങ്ങൾ, ജീവനുള്ളതും ഇല്ലാത്തതുമായ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടി ജീവജാലങ്ങളും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, സമുദ്രം, അതേപോലെ തന്നെ വൃക്ഷങ്ങൾ, പറവകൾ, കോഴികൾ, ഇവയെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാ, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവരുടെ തസ്ബീഹ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നതാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിനെ അനുസരിക്കുക അഥവാ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നത് ഒരു മനുഷ്യ മനസ്സിന് നൽകുന്ന സമാധാനം ചെറുതല്ല. ഏതൊരു ഹൃദയത്തിന് വലിയ ആശ്വാസവും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് നൽകുന്ന ആ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം വല്ലാത്ത ഒരു മാധുര്യവുമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവും അതേപോലെ തന്നെ പടച്ച റബ്ബിനെ അനുസരിക്കുക എന്നതും ഇരുട്ടിൽ നിന്നും വെളിച്ചം ലഭിക്കുന്ന ഒരു പ്രതീതിയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിളിക്ക്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം എന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം. അവർ വിളിക്കുന്നത് ജീവനുള്ളതിലേക്കാണ്, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്കാണ്, ഏറ്റവും വെളിച്ചം നൽകുന്ന ഒന്നിലേക്കാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിളിക്കുത്തരം നൽകൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ജീവിതഭാരങ്ങളിൽ നിന്നും മോചനം തേടി പ്രാർത്ഥനയുമായി അള്ളാഹുവിലേക്ക് മനസ്സ് മാറ്റുക, പടച്ച റബ്ബിലേക്ക് കുതിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് നൽകുന്ന സമാധാനം ചെറുതല്ല. ഏറ്റവും വലിയ സമാധാനമാണ് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക എന്നുള്ളത്.
അള്ളാഹുവിലേക്ക് മനസ്സ് കൊണ്ടുപോവുക എന്നതിനേക്കാൾ ആനന്ദം നൽകുന്ന ഒന്നും ഒരു വിശ്വാസിക്ക് ഒരു നിമിഷം പോലും മറ്റൊന്നും ഈ ദുനിയാവിൽ നേടാനില്ല എന്നതാണ്. അത്രമേൽ ആനന്ദവും ആശ്വാസവും മനോഹരവുമാണ് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക, പടച്ചറബിലേക്ക് അടുക്കുക എന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അനുസരണം ഒരു ഭാരമല്ല. അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് ഒരു ഭാരമായി നിങ്ങൾക്ക് തോന്നരുത്, മറിച്ച് അതൊരു ശമനമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുക എന്നത് മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിനെ ഓർക്കുക, ദിക്റുള്ളയുണ്ടാവുക, അതേപോലെ തന്നെ വിശ്വസിക്കുക, തൗഹീദുള്ളവരാവുക, ഇത് ഏറ്റവും സമാധാനം ലഭിക്കുന്ന ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദിക്റുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ആ ദിക്റുള്ളയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പാരായണമാണ്, നമസ്കാരമാണ്, സ്വലാത്തുകളാണ്, പ്രാർത്ഥനകളാണ്, തസ്ബീഹുകളാണ്. ഇതെല്ലാം ദിക്റുള്ളയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കും. എന്നിട്ട് പറയും, അരിഹ്നാ ബിഹാ യാ ബിലാൽ, നമസ്കരിക്കാൻ വേണ്ടി വിളിക്കണം. എന്നിട്ട് പറയുന്നു, വാ ബിലാൽ, നമുക്കൊന്ന് സമാധാനം നേടാം, ഒരൽപ്പം സമാധാനമെടുക്കാം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നുവെന്ന് ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, തൗബ നൽകുന്ന സമാധാനം ചെറുതല്ല. ജീവിതത്തിൽ കാലുവഴുതി പോയേക്കാം, വീണുപോയേക്കാം, അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം നിമിഷങ്ങളിൽ നിരാശപ്പെടുകയല്ല വേണ്ടത്, അവൻ ദുഃഖിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ സാധിക്കണം. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ വാചകം ഇങ്ങനെയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും. ആ പാപങ്ങൾക്ക് പകരം അള്ളാഹു നന്മകൾ രേഖപ്പെടുത്തും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഹിദായത്ത് വലിയ ഒരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ഹിദായത്ത്. ആ ഹിദായത്ത് നിലനിൽക്കാൻ, ആ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നത് അതിലും വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറച്ചു നിർത്തണമേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, കൂട്ടുകാർ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാർക്ക് വലിയ സ്വാധീനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയും തിന്മയും വേർതിരിക്കുന്നതിലും കൂട്ടുകാർക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് നല്ല സഹവാസമാവണം, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽമർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരുവൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ ആരെന്ന് നീ നോക്കിക്കൊള്ളണം, നീ സൂക്ഷിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനുമായി ഏറ്റവും അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കുക. ആ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന ഒന്നാണ്. വിശ്വാസികളെ, ഫർളുകൾക്ക് പുറമെ സുന്നത്തായ അമലുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അത് ചെറുതാണെങ്കിലും കുറവാണെങ്കിലും സ്ഥിരമായി നിങ്ങൾ സുന്നത്തായ അമലുകൾ ഫർദിന് പുറമെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ്. ഇങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റി അതൊരിക്കലും ഒരു ഭാരമായി തോന്നാതെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ ഒരു വിശ്വാസിക്ക് നൽകണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭക്ഷണം ശരീരത്തിന് പോഷണം നൽകുന്നത് പോലെ അള്ളാഹുവിനുള്ള അനുസരണം ആത്മാവിന് പോഷണമായി മാറും എന്നതുറപ്പാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളോടെ അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിനെ ഒരു ചെറിയ വിഷയത്തിൽ പോലും അനുസരണക്കേട് കാണിക്കാതെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ആ ജീവിതവുമായി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ഇന്നത്തെ ഖുതുബയുടെ ചുരുക്കം. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി
അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ വാപ്പമാർ, ഉമ്മമാർ, വല്യമ്മമാർ,